പ്രതിസന്ധികളെ അതിജീവിച്ച് 1.5 പതിറ്റാണ്ടിന് ശേഷം ശബരിമലയിലെത്തിയതിന്റെ സന്തോഷത്തിലാണ് പത്തനംതിട്ട സ്വദേശി അയ്യപ്പദാസ്. അപൂർവ രോഗം ബാധിച്ചതിനെ തുടർന്ന് അയ്യപ്പദാസിന് നടക്കാൻ സാധിച്ചിരുന്നില്ല. സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ ചികിത്സയെ തുടർന്നാണ് അയ്യപ്പദാസ് മല ചവിട്ടിയത്. ഇങ്ങനെയൊരു ദർശനം അയ്യപ്പദാസിന് ജീവിതത്തിൽ സാധ്യമാകില്ലെന്നായിരുന്നു ഏവരും കരുതിയത്. എന്നാൽ സർക്കാർ ആശുപത്രികളിലെ ചികിത്സ അയ്യപ്പദാസിനെ 1.5 പതിറ്റാണ്ടിന് ശേഷം അയ്യപ്പ സന്നിധിയിൽ എത്തിച്ചു. അമ്മ സുശീലയോടൊപ്പമായിരുന്നു അയ്യപ്പദാസ് ദർശനത്തിനെത്തിയത്. പരസഹായത്തോടെ നടന്നു തന്നെയാണ് അയ്യപ്പദാസ് മല കയറിയത്. അയ്യപ്പനെ കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഈ യുവാവ്. മകന്റെ ജീവിതത്തെ രോഗം മാറ്റിമറിച്ചപ്പോൾ അയ്യപ്പദാസിനെ വിധിക്ക് വിട്ടുകൊടുക്കാതെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് നന്ദി പറയുകയാണ് സുശീല. ആയുർവേദ ചികിത്സ കൊണ്ടാണ് ഇവനൊന്ന് നിൽക്കാനൊക്കെ പറ്റിയത്. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങ് ശോഷിച്ച് മസിലൊന്നും ഇല്ലായിരുന്നു. ഒരു കൈയുടെ വണ്ണമേ ഉള്ളായിരുന്നു. കാലിനൊക്കെ വർത്താനൊന്നും പറയത്തില്ലായിരുന്നു. ഒരേ കിടപ്പായിരുന്നു. നാക്ക് തിരിയത്തില്ലായിരുന്നു. ആനന്ദ് ഡോക്ടറോടും പിന്നെ രജനി ഡോക്ടറോടും ഈ 2 ഡോക്ടർമാരാണ് ഇവനെ രക്ഷപ്പെടുത്തിയത്. തുടർന്നുള്ള ജീവിതത്തിനും അയ്യപ്പദാസിന്റെ ഒപ്പം ഉണ്ടാകുമെന്ന് ഡോക്ടർ ആനന്ദ് ഉറപ്പ് നൽകുന്നു. അവർ മല ചവിട്ടി തന്നെയാണ് വന്നത്. അപ്പോൾ വളരെ സന്തോഷം, എനിക്കും വളരെ സന്തോഷം. കാരണം അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. ആത്മവിശ്വാസമാണ് അയ്യപ്പദാസിന്റെ കൈമുതൽ. അതിനാൽ തന്നെ യോഗങ്ങളെ യുവാവ് അതിജീവിക്കുമെന്നും കരുതാം. കൈരളി ന്യൂസ്, സന്നിധാനം.